യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് അതേ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ. അവിടെ അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പാകെ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വചനധ്യാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അബ്രഹാമിൻ്റെ ആ ഒരു പ്രാർത്ഥന ഉദാഹരണമാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ ഈ വിഷയങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കിടുമ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും വലിയ വ്യത്യാസം ഉണ്ടാക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അതെപ്രകാരമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിന് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കുന്നത്. ഞാൻ ഈ ഒരു വേദഭാഗം ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്ന ധാരാളം ചിന്തകളിൽ ഒന്ന്, അതേ ഈ കാലഘട്ടത്തിൽ നമ്മൾ അബ്രഹാമിനെ പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ എന്തുകൊണ്ടാണ് സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചത്? അതേ സൊദോം ഗൊമോറ പട്ടണങ്ങളിലെ പാപം അതേ ദൈവം കണ്ടിട്ട് അവിടുത്തെ പാപം അതികഠിനമായിരുന്നു. അത്രത്തോളം ഒരു വളരെ ഗൗരവമായ ഒരു സിറ്റുവേഷനിലേക്ക് ആ പട്ടണം കടന്നുപോയപ്പോൾ ദൈവം ആ പട്ടണത്തെ ഉന്മൂലനാശം വരുത്തുവാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൊദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം അങ്ങനെ ന്യായം വിധിച്ചെങ്കിൽ ഇന്ന് അതിനേക്കാളേറെ പാപം നിറഞ്ഞതായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവകോപം ഇന്ന് നമ്മുടെ മേൽ ജലിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതേ കർത്താവ് യേശുക്രിസ്തു നമ്മോട് കാണിക്കുന്ന കരുണയാണ്. എന്നാൽ പഴയ നിയമ പുസ്തകത്തിൽ പ്രത്യേകിച്ച് അബ്രഹാം പ്രതിദാനം ചെയ്തതായ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കൃപയുടെ കാലഘട്ടമായിരുന്നില്ല. ദൈവം മനുഷ്യൻ ചെയ്യുന്നതായ എല്ലാവിധമായ പ്രവൃത്തികൾക്കും തക്കതായ പ്രതിഫലം കൊടുക്കുന്നതായ അതേ ശിക്ഷ കൊടുക്കുന്നതായ റിവാർഡ് കൊടുക്കുന്നതായ ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് സൊദോം ഗൊമോറയെ ദൈവം പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവം മാനവരാശിക്ക് നൽകിയിരിക്കുന്നതായ ആ കൃപയുടെ കാരണമാണ് ഇന്ന് ദൈവകോപം നമ്മുടെ അടുക്കിലേക്ക് വെളിപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു ദൈവദാസൻ ഇപ്രകാരം പ്രസംഗിച്ചായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തിലെ പാപങ്ങളെ ദൈവം കാണുമ്പോൾ, അതിനെ ന്യായം വിധിക്കാതിരിക്കുമ്പോൾ ദൈവം സൊദോം ഗൊമോറയോട് പോലും ക്ഷമ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നതെന്ന്. അത്രത്തോളം ഇന്ന് പാപം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും തന്നെ നിത്യനാശത്തിൽ നിന്നും ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതേ കർത്താവ് യേശുക്രിസ്തു മൂലം മാനവരാശിക്ക് ദൈവം നൽകിയതായ ആ കൃപയുടെ കാലഘട്ടമായതുകൊണ്ടാണ്. പക്ഷേ ഈ കൃപയുടെ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം അബ്രഹാമിനെ പോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരായ ഓരോരുത്തരുമാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നതായ ഒരു വാക്കുണ്ട്, പെർസിസ്റ്റൻസ്. അതായത് അബ്രഹാം വളരെ സ്ഥിരതയോടുകൂടെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കേവലം പ്രാർത്ഥിക്കുക മാത്രമല്ല, തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല നിരീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് നിരീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അബ്രഹാമിന് ചില ചിന്തകളൊക്കെ ഉണ്ട്. ആ ചിന്തകളൊക്കെ ആ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, അബ്രഹാം ദൈവസന്നിധിയിൽ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, കർത്താവെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? അപ്പോൾ ദൈവം എന്തു പറഞ്ഞു? 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ആ നീതിമാന്മാർ നിമിത്തം ഞാൻ നശിപ്പിക്കുകയില്ല. പക്ഷെ അതിനു മുമ്പ് അബ്രഹാം ഒരു കാര്യം ദൈവത്തോട് പറയുന്നുണ്ട്. അബ്രഹാം ഇങ്ങനെ പറയുന്നു, ദൈവമേ, നീ നീതിമാന്മാരെ ദുഷ്ടന്മാരോടുകൂടെ നശിപ്പിക്കുമോ? ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ,
ദൈവത്തെ കൊണ്ട് ഒരു പ്രിൻസിപ്പൽ സ്ഥാപിക്കുവാൻ, ഒരു തത്വം സ്ഥാപിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞു. അത് ഇന്നും ബാധകമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കാത്തതിൻ്റെ കാരണം നീതിമാന്മാർ ഇവിടെയുണ്ട്. അവരുടെ പ്രാർത്ഥന അതേ ദൈവകൃപയ്ക്ക് അനുസരിച്ചിട്ടുള്ളതായതുകൊണ്ട് ദൈവം ഈ ഭൂമിയെ ഇന്ന് നശിപ്പിക്കുന്നില്ല എന്നുള്ളത്. അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് പറഞ്ഞതായ ഏതാനും ചില വാക്കുകളുണ്ട്. അതിൽ ഒരു വാക്ക്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതെ, നിങ്ങൾ ഭൂമിയെ രുചി വരുത്തുന്നവരും. നമുക്കെല്ലാവർക്കും അറിയാം, ഉപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യം സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന ഒരു പ്രവൃത്തി ഉപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രവൃത്തി നമ്മളിലൂടെ ദൈവം ഈ ഭൂമിയിൽ ചെയ്തെടുക്കുന്നു. ഒന്നാമത്, നമ്മൾ രുചി വരുത്തുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന ദേശങ്ങൾക്ക് സൗഖ്യം കൊടുക്കാനും ദേശത്തിൻ്റെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്തുവാനും അതേപോലെ തന്നെ ആളുകളെ പ്രാർത്ഥനയിൽ സൂക്ഷിക്കുവാനും, ദൈവമേ നീ ന്യായവിധി നടത്തരുതേ, ആ ജനത്തിന് ഒരു അവസരം കൂടെ കൊടുക്കണമേ. അതേ കർത്താവ് യേശുക്രിസ്തു മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നതായ അത്തിവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, യജമാനനെ ഒരാണ്ടും കൂടെ ഞാനതിന് വളമിടട്ടെ, മേലാൽ കഴിച്ചെങ്കിലോ എന്ന് പറയുന്നത് പോലെയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്നും ഉയരേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രാർത്ഥന വിഷയമില്ല എന്നോർത്ത് നമ്മൾ പ്രയാസപ്പെടേണ്ട. നമ്മുടെ ചുറ്റും നമ്മൾ വീക്ഷിക്കുമ്പോൾ ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ നമുക്കുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഈ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകളാണ് നമ്മൾ ഈ ദിവസങ്ങളായി ചിന്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 വാക്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. അതിൽ ഒന്ന്, അബ്രഹാമിൻ്റെ പ്രാർത്ഥന അതേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത പ്രവൃത്തിയുടെ സാദൃശ്യമുള്ളതായ പ്രാർത്ഥനയാണ്. അത് നമ്മൾ വായിച്ചു. റോമാലേഖനം 8:29, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. 30-ാമത്തെ വാക്യം, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചത്, ആ വിളിയോടുകൂടെ അവനെ നീതീകരിച്ചു. നീതീകരിച്ച ആളെ ദൈവം തേജസ്കരിക്കുകയും ചെയ്തു. അതായത് ആ വിളിയുടെ പുറകിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ വിളിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഐഡലായിട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, വെറുതെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവം വിളിച്ചതിൻ്റെ ആ ഇഷ്ടം നമ്മൾ ചെയ്യണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ ഇന്ന് മറ്റൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അടുത്ത ചിന്തകളിലേക്ക് കടക്കുകയാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത പ്രവൃത്തിയുടെ ആ ഒരു വിശേഷണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ വാക്യവും കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു വാക്യമാണ് വായിക്കുന്നത്. അത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഈ വാക്യം ഞാനിവിടെ വായിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അവിടെ അബ്രഹാം തന്നെ തന്നെ താഴ്ത്തുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അബ്രഹാമിൻ്റെ അഹംഭാവമോ അഹംഭാവത്തോടുകൂടിയോ അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടെ സംസാരിക്കുന്നതുകൊണ്ടാണോ ദൈവം തനിക്ക് അനുകൂലമായി പ്രവർത്തിക്കാത്തത് എന്ന് സന്ദേഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് ഈ ന്യായവിധി മാറ്റിവെപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അബ്രഹാം പറയുന്നു, ദൈവമേ ഞാൻ വെണ്ണീറാകുന്നു, ഞാൻ പൊടിയാകുന്നു, ചാരമാകുന്നു എന്നൊക്കെ അബ്രഹാം ദൈവത്തിനു മുമ്പാകെ തന്നെ തന്നെ താഴ്ത്തുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഗുണം. അത് സംബന്ധിച്ചാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനം 4:10 വായിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്നുള്ളത്. കർത്താവിൻ്റെ സന്നിധിയിൽ, അതായത് കർത്താവിൻ്റെ സന്നിധി എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പായക്കിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെയറിലിരുന്ന് അല്ലെങ്കിൽ നിന്നുകൊണ്ടാകട്ടെ, അങ്ങനെ അവർ മനസ്സൊരുക്കത്തോടുകൂടെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ കർത്താവിൻ്റെ സമയം എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഒരു ദൈവപൈതൽ എപ്പോഴും ജീവിക്കേണ്ടത്, അതേ അബ്രഹാം ജീവിച്ചതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കണം. നമ്മളുടെ ജീവിതം, നമ്മുടെ ജോലി, നമ്മുടെ പ്രവൃത്തികൾ, ഇടപെടലുകൾ, നമ്മുടെ വാങ്ങൽ കൊടുക്കൽ, ഇതെല്ലാം തന്നെ ദൈവ മുമ്പിലായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ദൈവസന്നിധി എന്നുള്ള ആ ഒരു പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ ജീവിക്കണം.
അതായത് ഒരു വ്യക്തി താൻ ഈ ലോകത്തിലാണ് എന്ന് വരികിലും താൻ ദൈവമുമ്പാകെയാണ്, എപ്പോഴും ദൈവസന്നിധിയിലാണ് താൻ ആയിരിക്കുമെന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, അതെ, നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ എത്രത്തോളം മര്യാദയ്ക്കായിരിക്കുന്നത്. ഒരാഴ്ച മുഴുവനും മദ്യപിച്ച് ലക്ക് കെട്ട് നടന്ന ആൾ പോലും പള്ളിയിൽ ചെല്ലുമ്പോൾ പഞ്ചപുച്ഛ മടക്കിയിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദേണ്ട ഇദ്ദേഹത്തോളം ഒരു ഭക്തൻ വേറെ ആരുമില്ല. ആ വ്യക്തി ചിന്തിക്കുന്നത് ആ ഞായറാഴ്ച പള്ളിയിലേക്ക് ചെന്ന് ആ ഇരിക്കുന്നതായ ആ സമയം മാത്രമാണ് അവർ ദൈവമുമ്പാകെ ആയിരിക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ദൈവമുമ്പാകെ ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളമാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോഴും വി ആർ വർക്കിംഗ് ബിഫോർ അവർ ഗാഡ്. നമ്മൾ ദൈവത്തിനു മുമ്പാകെയാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ മറ്റൊരാളോട് രഹസ്യം പറയുമ്പോൾ നമ്മൾ ദൈവമുമ്പാകെയാണ് ആയിരിക്കുന്നത്. നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവമുമ്പാകെയാണ് ആയിരിക്കുന്നത്. നമ്മൾ അവിടെ ദൈവസന്നിധിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ നമ്മളായിരിക്കണം. എന്താ താഴ്മയോടുകൂടെ ആയിരിക്കുക എന്ന് പറയുന്നത്? നമ്മുടെ ആക്ഷൻസിനെ അല്ല അവിടെ കാണിക്കുന്നത്. പലരും ചിന്തിക്കുന്നത്, അയ്യോ ഇങ്ങനെ കൈകൂപ്പിയൊക്കെ പറഞ്ഞാൽ അതായിരിക്കും താഴ്മ. നോ, അതല്ല താഴ്മ. താഴ്മ എന്ന് പറയുന്നത് ദൈവവചനത്തിന് കീഴ്പ്പെടുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. ദൈവത്തെ അനുസരിക്കുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. അതെ, മറ്റെല്ലാത്തിനും ഉപരിയായി ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണത്തെയും കാണുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. അങ്ങനെ താഴ്മയോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്താലുള്ള ഉയർച്ച ലഭിക്കത്തുള്ളൂ. ഇവിടെ അബ്രഹാം ചോദിക്കുന്നത് അതുതന്നെയാണ്. ദൈവമേ, ആ ഒരു ഉയർച്ച ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പാകെ താഴ്മയോടുകൂടെ ആയിരിക്കുന്നു. എൻ്റെ സംസാരം, എൻ്റെ സംഭാഷണം ഒരിക്കലും എൻ്റെ അഹങ്കാരമായി നീ എടുക്കരുതേ എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, താൻ താഴ്മയോടുകൂടെ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ അർജൻസിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും ഇത് വളരെ ആവശ്യമാണ്. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം മുമ്പാകെ നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രസസർ ആയിത്തീരുമെന്ന് നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം മുമ്പാകെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇൻട്രസസറായി, ഒരു മധ്യസ്ഥത വഹിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ഏതൊരു വ്യക്തിയും ഇപ്രകാരം തന്നെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ മധ്യസ്ഥതയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം പതിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമല്ല. മറിച്ച് ഏതൊരു വ്യക്തിയും, അതെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. അതേ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശമാകുന്നു. അവിടെ പുരോഹിതൻ എന്നുള്ള വാക്കിന് അത് ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ആ പദം എടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പാലം പണിയുന്നവൻ, വൺ ഹു ബിൽഡ്സ് ബ്രിഡ്ജ്. അതായത് രണ്ട് കരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം പണിയുന്നവൻ ആരാണോ ആ രണ്ട് കരകളെ ബന്ധിപ്പിക്കുവാൻ ഉള്ള ആശയവും അതിൻ്റെ ശ്രമവും നടത്തുന്നത് ആ വ്യക്തിയാണ് പോണ്ടിഫിക്സ് അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒരുമിപ്പിക്കുവാൻ, അതേ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും പുരോഹിതനാണ്, പോണ്ടിഫിക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പോണ്ടിഫിക്സ് എന്നവണ്ണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പാകെ അബ്രഹാമിനെ പോലെ മധ്യസ്ഥത ചെയ്യേണ്ടവരാണ്. ഇന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നത്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ദൈവം മുമ്പാകെ ജീവിച്ച് ദൈവം മുമ്പാകെ അതേ ഈ ലോകത്തിനു വേണ്ടി, ആളുകൾക്ക് വേണ്ടി, അതേ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതേ ദൈവം മുമ്പാകെ നമ്മൾ എത്രയോ ശ്രേഷ്ഠരായി മാറും. ലോകത്തിന് മുമ്പിൽ ഒരു ഭോഷനായിരിക്കാം, പക്ഷെ ദൈവത്തിന് മുമ്പാകെ നീ ഒരു മധ്യസ്ഥനാണെങ്കിൽ, നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതേ ദൈവത്തിന് മുമ്പാകെ നീ ശ്രേഷ്ഠരായിട്ട് മാറും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മീയമായ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് കർത്താവേ, ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, ഞങ്ങളുടെ വിഷയങ്ങൾ ഒരുപക്ഷെ അത് വളരെ വലുതായിരിക്കാം,
പക്ഷേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് ആ വിഷയമായി കടന്നു വരുവാൻ കഴിയുമെന്നും ദൈവത്താൽ ഞങ്ങൾ ഉപയോഗിക്കപ്പെടുമെന്നും അറിയുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.